മുസ്ലിങ്ങളെ നിശബ്ദരാക്കാനും ഭയത്തിന് കീഴ്പ്പെടുത്താനുമുള്ള പുതിയ ഹിന്ദുത്വ നീക്കങ്ങളുടെ പരീക്ഷണശാലയാണ് ഇന്ന് ഉത്തർപ്രദേശിലെ സംഭൽ ഷാഹി ജാമ്യ മസ്ജിദ്. ഈ അടുത്തായി ഇടയ്ക്കിടെ വാർത്തകളുടെ തലക്കെട്ടുകളിൽ ഇടം പിടിക്കാറുണ്ട് 16-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിക്കപ്പെട്ട ഈ പള്ളി. മുഗൾ ചക്രവർത്തിയായ ബാബറുടെ ഒരു ഉദ്യോഗസ്ഥനാണ് 1526-നും 1530-നും ഇടയിൽ സംഭലിൽ ഈ പള്ളി പണിതത്. 1992-ൽ ഹിന്ദുത്വ ഭീകരർ തകർത്തെറിഞ്ഞ ബാബരി മസ്ജിദിനോടൊപ്പം പണി കഴിപ്പിക്കപ്പെട്ടതായി കരുതപ്പെടുന്ന സംഭൽ ഷാഹി ജാമ്യ മസ്ജിദ് മുഗൾ കാലഘട്ടത്തിൽ നിർമ്മിച്ച പള്ളികളിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഏറ്റവും പുരാതനമായ പള്ളികളിൽ ഒന്നാണ്. 1904-ലെ പുരാതന സ്മാരക സംരക്ഷണ നിയമപ്രകാരം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പരിപാലിക്കപ്പെട്ടു പോരുന്ന ഒരു പള്ളി കൂടിയാണ് ഇത്. 1978 മുതൽ സംഘർഷഭൂമിയായി മാറിയ സംഭൽ 2024 നവംബർ 24-നുണ്ടായ സംഘർഷത്തെയും തുടർന്നുള്ള ദിവസങ്ങളിലുണ്ടായ വെടിവയ്പിൽ 6 മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടതിനെയും തുടർന്നാണ് നിരന്തരം വാർത്തകളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അക്കൂട്ടത്തിൽ ഏറ്റവും പുതിയതാണ് സയ്യിദ് സലാർ മസൂദ് ഗാസിയെ അനുസ്മരിക്കാൻ മുസ്ലിങ്ങൾ കാലങ്ങളായി നടത്തുന്ന നജ മേള നിരോധിക്കാനുള്ള തീരുമാനം. അവിടെയും അവസാനിക്കുന്നില്ല വാർത്തകൾ. ഹോളി ആഘോഷ ദിനത്തിൽ പള്ളികൾ ടാർപോളിൻ കൊണ്ട് മൂടുന്നതും ഹോളി ദിവസം വെള്ളിയാഴ്ച ആയിരുന്നിട്ടും മുസ്ലിങ്ങൾ വീട്ടിനുള്ളിൽ തന്നെ ഇരുന്നാൽ മതിയെന്ന സർക്കിൾ ഓഫീസർ അനുജ് ചൗധരിയുടെ തിട്ടൂരവും അതിനെ ന്യായീകരിച്ചുള്ള മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ പ്രസ്താവനകളുമടക്കം വാർത്തകളുടെ തലക്കെട്ടുകൾ കീഴടക്കി. ഇതെല്ലാം പക്ഷേ മഞ്ഞുമലയുടെ ചെറിയൊരു അഗ്രം മാത്രമാണെന്നും കൂടുതൽ അപകടകരമായ കളിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നും കൂടുതൽ വ്യക്തമായി വരികയാണ്. ഇത് സംബന്ധമായി ദ ക്വിൻറ്റ് നടത്തിയ വസ്തുതാന്വേഷണങ്ങൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. ദ ക്വിൻറ്റ് സംഭൽ സന്ദർശിക്കുന്ന സമയത്ത് 2024 നവംബറിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് 80 പേർ അറസ്റ്റിലായിരുന്നു. തദ്ദേശവാസികളുടെ ജീവിതം എങ്ങനെ മാറിമറിഞ്ഞുവെന്നും നഗരത്തിൻ്റെ ഭാവി എന്തായിരിക്കുമെന്നുമുള്ള സംഘത്തിൻ്റെ നിരീക്ഷണ ഫലം ഇങ്ങനെ. തുടർച്ചയായ അറസ്റ്റുകളുടെയും ഷാഹി ജാമ്യ മസ്ജിദിനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഹിന്ദുത്വവാദങ്ങൾ ശക്തമായി ഉയരുന്നതായും ആളുകൾ നിശബ്ദരാവുന്നതായുമുള്ള ഒരു പട്ടണമായി സംഭൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഫെബ്രുവരി 27-ന് ദ ക്വിൻറ്റ് ടീം ഷാഹി ജാമ്യ മസ്ജിദ് സന്ദർശിച്ചപ്പോൾ പള്ളിയിൽ വെള്ളപൂശൽ ആവശ്യമുണ്ടോ എന്ന് പരിശോധിക്കാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു സംഘം അവിടെ ഉണ്ടായിരുന്നു. എല്ലാ വർഷവും നടക്കുന്ന പതിവ് പരിപാടിയാണ് പള്ളി വെള്ളപൂശുക എന്നത്. എന്നാൽ ഇത്തവണ അത് അലഹബാദ് ഹൈക്കോടതിയിലുള്ള ഒരു കേസായി പരിണമിച്ചിരിക്കുന്നു എന്ന വ്യത്യാസമുണ്ട്. 1927-ൽ പള്ളി മാനേജ്മെൻറ്റ് കമ്മിറ്റിയും ASIയും തമ്മിൽ ഒപ്പുവെച്ച കരാർ പ്രകാരം മാർച്ച് 12-ന് അലഹബാദ് ഹൈക്കോടതി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് ഒരാഴ്ചക്കുള്ളിൽ പള്ളിയുടെ വെള്ളപൂശൽ നടത്താൻ നിർദ്ദേശിച്ചു. ഇതുവരെ പള്ളിയുടെ വെള്ളപൂശൽ പള്ളി കമ്മിറ്റിയാണ് ചെയ്തു വന്നിരുന്നത്. അവർ ASI ചെലവാക്കിയ തുക തിരിച്ചു നൽകാറാണ് പതിവ്. പള്ളിക്ക് വെള്ളപൂശൽ ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയിൽ ഹർജി നൽകിയതായി മസ്ജിദ് മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ സഫർ അലി പറഞ്ഞു. എന്നാൽ പള്ളി പെയിൻ്റ് അടിക്കുന്നത് അതിനെ വികൃതമാക്കുമെന്നും ഒരു ഹിന്ദു ക്ഷേത്രത്തിൻ്റെ അടയാളങ്ങൾ ഇല്ലാതാവുമെന്നും ഹിന്ദുപക്ഷത്തെ വ്യവഹാരികൾ കോടതിയിൽ പറഞ്ഞിരുന്നു. കൂടാതെ കഴിഞ്ഞ മാസം സംഭൽ അക്രമക്കേസിൽ പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്ന 74 പേരുടെ പോസ്റ്ററുകൾ പള്ളിയുടെ പിൻവശത്തെ ഭിത്തിയിൽ UP പോലീസ് പതിച്ചിരുന്നു. ഇത് സംഭലിലെ മുസ്ലിങ്ങളെ വീണ്ടും പ്രകോപിപ്പിച്ചു. പോസ്റ്ററുകൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സഫർ അലിയും നോർത്ത് അഡീഷണൽ ASP ശ്രീഷ് ചന്ദ്രയും തമ്മിൽ ചൂടുപിടിച്ച വാഗ്വാദമുണ്ടായി. ചന്ദ്ര സഫർ അലിയോട് പറഞ്ഞത് പള്ളി ASIയുടെ സ്വത്താണ്, അല്ലാതെ നിങ്ങളുടേതല്ല എന്നാണ്. വൈറ്റ് വാഷിംഗ് കേസിനെയും പോസ്റ്ററുകളെയും കുറിച്ചുള്ള ചോദ്യത്തിന് സഫ്ദർ അലിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: നിശബ്ദതയാണ് ഇപ്പോൾ ഞങ്ങളുടെ ആയുധം. മാധ്യമങ്ങളും ജനങ്ങളും തെറ്റിദ്ധരിക്കാനിടയുള്ള ഒന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല. സമാധാനം നിലനിർത്താൻ ഞങ്ങൾ കഴിയുന്നതെല്ലാം ചെയ്യുന്നു. ഇനി ഞങ്ങളുടെ ഉത്തരം നിശബ്ദതയാണ്. 1978-ലെ കലാപത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ തേടാനും ഹിന്ദു രോഷം ആളിക്കത്തിക്കാനും ശ്രമിച്ചതു മുതൽ
പള്ളിയുടെ മേൽ വീണ്ടും അവകാശവാദം ഉന്നയിക്കുന്നതുവരെയും സംഭലിനെക്കുറിച്ച് മുഖ്യമന്ത്രി ആദിത്യനാഥ് നിരവധി പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ജോ ഹമാരെ ഹേ വോ ഹമേ മിൽന ചാഹിയേ, അത് ഞങ്ങളുടേതാണെങ്കിൽ അത് ഞങ്ങൾക്ക് കിട്ടണം എന്ന് പള്ളിയെക്കുറിച്ച് യോഗി ആദിത്യനാഥ് പറയുകയുണ്ടായി. സംഭൽ നഗരവും പള്ളിയും വീണ്ടും വീണ്ടും ആക്രമിക്കപ്പെടുന്നത് ഹിന്ദുത്വരുടെ അവകാശവാദങ്ങൾക്ക് ആക്കം കൂട്ടുന്നതും സംഭലിൻ്റെ സാമുദായിക ഐക്യത്തെ അപകടത്തിലാക്കുന്നതുമാണ്. പള്ളിയെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയത്തിനപ്പുറം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സംഭലിൻ്റെ സാമൂഹിക ഘടനയിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സമാധാന സമിതി കൊണ്ടുവന്ന സമാധാനം എവിടെ? വർഗീയ സംഘർഷങ്ങൾക്കിടയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ ഇത് നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ടോ? ഇത്തരം ചോദ്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉയരുന്നത്. സംഭലിൽ 2 സമാധാന സമിതികളുണ്ട്. ഒന്ന് ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ നാട്ടുകാരും സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരും അടങ്ങുന്നത്. മറ്റൊന്ന് നാട്ടുകാർ മാത്രമുള്ള പഴയ ഒന്ന്. സമാധാന സമിതിയിലെ മുതിർന്ന അംഗങ്ങളിൽ ഒരാളായ ഇഹ്തിശാം അഹമ്മദിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ആളുകൾക്കിടയിൽ ഭയം ഉണ്ടായിരുന്നു. കടകളും മാർക്കറ്റുകളും അടച്ചിരുന്നു. ഞാനൊരു ബിസിനസ്സുകാരനാണ്, ഇവിടുത്തെ വ്യാപാരി സംഘടനയുടെ ഭാഗവുമാണ്. ആദ്യം ഞാൻ ബിസിനസ്സുകാരോട് അഭ്യർത്ഥിച്ചു. അവർ ഞങ്ങളുടെ വാക്കുകൾ കേട്ടു. ക്രമേണ മുഴുവൻ മാർക്കറ്റും വീണ്ടും തുറന്നു. മുമ്പത്തേതിനേക്കാൾ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ പ്രസ്താവനകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുമെന്നോ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നോ ഞാൻ ഭയപ്പെടുന്നു. എന്നാൽ സമാധാനത്തിനായി നിലകൊള്ളേണ്ട സ്ഥലങ്ങളിൽ അത് നമുക്ക് എത്രമാത്രം ദോഷം ചെയ്യുമെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നില്ല. ഞങ്ങളുടെ നഗരത്തിനും ജനങ്ങൾക്കും വേണ്ടി ഞങ്ങൾ എപ്പോഴും സമാധാനത്തിനായി നിലകൊള്ളും, ഇഹ്തിശാം അഹമ്മദ് പറയുന്നു. സംഭലിലെ വ്യാപാരി സംഘടനയുടെ ചെയർമാൻ നരേന്ദ്ര അഗർവാൾ തദ്ദേശീയ മുസ്ലിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. ഒപ്പം 2024 നവംബർ 24 നടന്നതായി പറയുന്ന കല്ലേറിനെ അപലപിക്കുകയും ചെയ്തു. മനസ്തോപങ്ങൾ മാറ്റിവെച്ച് ഇഹ്തിശാം അഹമ്മദിനെ നോക്കി അഗർവാൾ പറഞ്ഞു, ഇൻക ഔർ ഹമാര പ്യാർ കഭി ഖതം നഹി ഹോഗ. ഇദ്ദേഹത്തിൻ്റെയും ഞങ്ങളുടെയും സ്നേഹം ഒരിക്കലും ഇല്ലാതാവില്ല. എന്നാലും അഗർവാളിൻ്റെ വീക്ഷണത്തോട് എല്ലാ നാട്ടുകാർക്കും യോജിപ്പില്ല. 3 മാസം മുമ്പ് ഇളയ സഹോദരനെ വീട്ടിൽ നിന്ന് പിടികൂടിയ തദ്ദേശവാസിയായ മുഹമ്മദ് അൻവറിൻ്റെ അഭിപ്രായം വ്യത്യസ്തമാണ്. മുമ്പ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധം നല്ല നിലയിലായിരുന്നു. ഒരു കുടുംബം പോലെ ഒരുമിച്ച് ജീവിച്ചു. പരസ്പരം വിവാഹ ചടങ്ങുകളിൽ പങ്കുകൊണ്ടു. ആളുകൾ പരസ്പരം ഒന്നുചേർന്ന് ഒരു യൂണിറ്റായിരുന്നു. ഇപ്പോൾ വ്യത്യാസങ്ങളുണ്ട്. അവർക്ക് ഞങ്ങളുടെ മേൽ ഒരു കണ്ണുണ്ട്, അതുപോലെ തന്നെ ഞങ്ങൾക്കും. ഇതിനിടെ ഭയം കാരണം ഏകദേശം 1000 വീടുകൾ പൂട്ടിയിരിക്കുകയാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പലരും നഗരം വിട്ട് പലായനം ചെയ്തതായാണ് സൂചന. എന്നാൽ ഇത് പൂർണ്ണമായും ശരിയല്ലെന്നാണ് ദ കിൻഡിൻ്റെ കണ്ടെത്തൽ. നവംബറിൽ നിരവധി പേർ വീടുകൾ പൂട്ടിയിരുന്നതായും നിരവധി പേർക്കെതിരെ കേസെടുത്തതായും അറിയുന്നു. ചിലർ സ്ഥലം വിട്ടുപോയിട്ടുണ്ട്. എന്നാൽ പോലീസ് പറയുന്ന അത്രയധികം ആളുകൾ പോയിട്ടില്ല. അഭിഭാഷകൻ കമർ ഹുസൈൻ പറഞ്ഞു. ഇതിനു പുറമെ പള്ളിക്ക് മുന്നിൽ ആശങ്കയുളവാക്കുന്ന ഒരു സംഭവമുണ്ടായി. സത്യവ്രത ചൗക്ക് എന്ന പേരിൽ പുതിയൊരു പോലീസ് ഔട്ട്പോസ്റ്റ് സ്ഥാനം പിടിച്ചു. ഈ പോലീസ് ഔട്ട്പോസ്റ്റ് തന്നെ ഒരു നിയമലംഘനമാണ്. ASIയുടെ കീഴിലുള്ള സംരക്ഷിത മന്ദിരത്തിൻ്റെ 100 മീറ്ററിനുള്ളിൽ ഒരു നിർമ്മിതിയും പാടില്ലെന്നത് ASIയുടെ മാർഗനിർദ്ദേശമാണ്. അത് ലംഘിച്ചാണിപ്പോൾ പള്ളിക്ക് സമീപം ഔട്ട്പോസ്റ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. അതിന് NOC ലഭിച്ചതിനെക്കുറിച്ചും 1 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയായതിനെക്കുറിച്ചും സംശയകരമായ ചോദ്യങ്ങൾ ഉയരുന്നുണ്ടെന്ന് പേര് വെളിപ്പെടുത്താതെ സ്ഥലത്തെ ഒരു അഭിഭാഷകൻ പറഞ്ഞു. സംഭലിലെ ഖഗ്ഗുസരായ് പരിസരത്ത് ഒരു പഴയ ക്ഷേത്രം വീണ്ടും തുറന്നതാണ് ചില പുതിയ ഭയവിഹ്വലതകൾക്ക് ഇടയാക്കിയിരിക്കുന്നത്. ഖഗ്ഗുസരായിൽ ഇപ്പോൾ ഭയവും നിശബ്ദതയുമാണ് തളം കെട്ടി നിൽക്കുന്നത്. സംഭലിനെയും അവിടുത്തെ ജനങ്ങളെയും പിടികൂടിയിരിക്കുന്ന ഭയത്തിൻ്റെ ഒരു ഉപോൽപ്പന്നമാണ് ആ പ്രദേശത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന നിശബ്ദത. അബ്തോ ബോലേ മേ ഭി ഡർ ലഗ്താ ഹേ. ഇപ്പോൾ സംസാരിക്കുന്നതിന് തന്നെ ഭയമാണ്. വ്യവസായികൾ, അഭിഭാഷകർ, മാധ്യമപ്രവർത്തകർ, ഇരകളുടെ കുടുംബങ്ങൾ തുടങ്ങി അവയുടെ എല്ലാവർക്കും ഇപ്പോൾ ഈ ഒരു പൊതുവികാരമാണ്, അതായത് ഭയം. സംഭൽ അക്രമത്തിന് ഏതാനും ആഴ്ചകൾക്കു ശേഷമാണ് കാലഹരണപ്പെട്ട് കിടന്നിരുന്ന ഒരു ക്ഷേത്രം പുനർജീവിപ്പിച്ചത്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഖഗ്ഗുസാരായ് പ്രദേശത്ത് കാർത്തികേയ ക്ഷേത്രം എന്ന പേരിൽ അത് സജീവമായി. 46 വർഷങ്ങൾക്കു ശേഷമാണ് ക്ഷേത്രം തുറക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ സംരക്ഷണ ചുമതലയുള്ള വീട്ടുകാർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ വൃത്തിയാക്കുന്നതിനായി ക്ഷേത്രം തുറന്നിരുന്നതായി നാട്ടുകാർ പറയുന്നു.
തന്നെയുമല്ല, ക്ഷേത്രം വീണ്ടും തുറന്നതിൻ്റെ ഭാരം ഇപ്പോൾ ഒരു മുസ്ലിം കുടുംബമാണ് പേറുന്നത്. ക്ഷേത്രത്തോട് ചേർന്നാണ് മുഹമ്മദ് മത്തീൻ്റെയും ഉസ്മാ പർവീനിൻ്റെയും വീട്. ക്ഷേത്രം വീണ്ടും തുറന്ന ശേഷം വീടിനോട് ചേർന്നുള്ള കമാനാകൃതിയിലുള്ള ഒരു ബാൽക്കണി അധികാരികളുടെ സമ്മർദ്ദം മൂലം പൊളിച്ചു മാറ്റി. അവരുടെ വീടിൻ്റെ ഒരു മതിൽ മുഴുവൻ പൊളിക്കാനായി പിന്നീടുള്ള സമ്മർദ്ദം. മത്തീനെ അറസ്റ്റ് ചെയ്തു. അവരുടെ വീട് ക്ഷേത്ര പ്രദക്ഷിണത്തിന് തടസ്സമായി വരുന്നു എന്നതാണ് ഇതിനെല്ലാം കാരണം. വീടിൻ്റെ രേഖകളെല്ലാം അധികാരികൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതാണ്. മത്തീനെ IPC 151 ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത്. ഉടൻ ജാമ്യം നൽകുമെന്ന് പറഞ്ഞെങ്കിലും 9 ദിവസത്തിനു ശേഷമാണ് ജാമ്യം ലഭിച്ചത്. സംഘം സംസാരിച്ച പ്രാദേശിക ഹിന്ദുക്കളിൽ കാർത്തികേയ ക്ഷേത്രത്തിലെ പൂജാരിയായ ചന്ദ്രപാലം പെടുന്നു. പ്രദേശത്തെ ഒരു മുസ്ലിമും അനുചിതമായി പെരുമാറുകയോ തടസ്സം നിൽക്കുകയോ ചെയ്തിട്ടില്ലെന്ന് പ്രദേശത്തെ ഹിന്ദുക്കൾ പറയുന്നു. ഹിന്ദു മുസ്ലിം ജനസംഖ്യാശാസ്ത്രവും കുടിയേറ്റവും ഇവിടെ ഒരു പ്രധാന ഘടകമാണ്. 1976 1978 സംഭലിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഹിന്ദു ജനസംഖ്യയുടെ വലിയൊരു ഭാഗം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് നിന്നും മാറി താമസിച്ചു. അതുപോലെ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളും മാറി താമസിച്ചു എന്ന് പ്രദേശത്തെ മുതിർന്ന പത്രപ്രവർത്തകനായ സാദ് ഉസ്മാനി പറയുന്നു. ഖഗ്ഗുസരായിയിൽ നിന്നും അതുപോലെ ചില പ്രദേശവാസികൾ പലായനം ചെയ്തു. ഹിന്ദുക്കൾ കുറവായതിനാൽ ക്ഷേത്രം അടച്ചിരുന്നു. ഒരു രസ്തോഗി കുടുംബത്തിൻ്റെ കൈവശമായിരുന്നു താക്കോലുകൾ. എന്നാൽ ക്ഷേത്രം വീണ്ടും തുറന്നത് ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായാണ്. അതിന് സാമുദായിക നിറം നൽകാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്, ഉസ്മാനി കൂട്ടിച്ചേർത്തു. എന്നാൽ നിലവിലെ സംഭവങ്ങൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധത്തെ മാത്രമല്ല, ഉപജീവന മാർഗത്തെ പോലും ആഴത്തിൽ ബാധിച്ചിട്ടുണ്ടെന്ന് ഉസ്മാനി സമ്മതിച്ചു. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം സംഭലിൽ സംഘർഷമുണ്ടായ നവംബർ 24 അവർ റബ്ബർ ബുള്ളറ്റുകൾ ഉപയോഗിച്ചതായി അവകാശപ്പെടുന്നുണ്ടെങ്കിലും ദ ക്വിൻറ്റിന് ലഭിച്ച ദൃശ്യങ്ങൾ വ്യത്യസ്തമായ ഒരു ചിത്രമാണ് കാഴ്ചവെക്കുന്നത്. ഇതുവരെ ആകെ 12 FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 6 എണ്ണത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രസകരമായ വസ്തുത, അതിലൊന്ന് സർക്കിൾ ഓഫീസർ അനുജ് ചൗധരിയാണ് ഫയൽ ചെയ്തത് എന്നാണ്. തൻ്റെ FIRൽ ആയുധങ്ങളുമായി 700-800 പേരടങ്ങുന്ന ഒരു സംഘം സ്ഥലത്തെത്തി തങ്ങളെ ആക്രമിച്ച് തോക്കുകൾ മോഷ്ടിച്ചുവെന്ന് ചൗധരി ആരോപിച്ചിട്ടുണ്ട്. മറ്റ് FIRകളിലും സമാന രീതി കാണാൻ കഴിയും. ഇതുവരെ ഫയൽ ചെയ്ത മിക്കവാറും എല്ലാ FIRകളും പരസ്പരം കോപ്പി പേസ്റ്റ് ചെയ്തവയാണ്. ഒരു സംഭവത്തിന് 6 FIRകളാണ് ഫയൽ ചെയ്തിട്ടുള്ളത്. അതായത് കക്ഷിക്ക് ജാമ്യം കിട്ടുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അഭിഭാഷകൻ ഖമർ ഹുസൈൻ പറഞ്ഞു. ചില പ്രതികളുടെ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് ഖമർ ഹുസൈനാണ്. സംഭലിലെ രാഷ്ട്രീയം കാലത്തിനനുസരിച്ച് പുതിയ രൂപഭാവങ്ങൾ കൈക്കൊണ്ടേക്കാം. പക്ഷേ ഇരകളുടെ കുടുംബങ്ങൾ അനിശ്ചിതത്വത്തിലാണ്. അധികാരികളുടെ പ്രതികാര നടപടികൾ ഭയന്ന് സംസാരിക്കാൻ പോലും അവർ ഭയപ്പെടുന്നു. മുഹമ്മദ് ഹുസൈൻ, മുഹമ്മദ് ഹസൻ, മുഹമ്മദ് കൈഫ് എന്നിവരുടെ കുടുംബങ്ങളുമായും ദ ക്വിൻറ്റ് കൂടിക്കാഴ്ച നടത്തി. ഹുസൈനും ഹസനും ജയിലിലാണ്. സംഭൽ അക്രമത്തിൽ വെടിവെച്ച് കൊല്ലപ്പെട്ടവരിൽ ഒരാളാണ് കൈഫ്. ഹുസൈനെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം മാതാവ് ഷബ്ന ബീഗത്തിൻ്റെ ശബ്ദം ഇടറിയിരുന്നു. അറസ്റ്റിലായ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളിൽ ഏറ്റവും ഇളയവൻ 15 വയസ്സുള്ള ഹുസൈൻ ആണെന്ന് അവർ പറഞ്ഞു. പച്ചക്കറി വാങ്ങാൻ പോയപ്പോൾ റോഡിൽ നിന്നാണ് ഹുസൈനെ അറസ്റ്റ് ചെയ്തത്. അവൻ്റെ ഫോട്ടോ ഉപയോഗിച്ച് എല്ലായിടത്തും ഞാനവനെ തിരഞ്ഞു, പക്ഷേ കണ്ടെത്തിയില്ല. പരാതി നൽകാൻ ഞാൻ കോട്ട്വാലി സ്റ്റേഷനിൽ പോയി. പരാതി സ്വീകരിക്കില്ല എന്നവർ പറഞ്ഞു. എന്നോട് തിരികെ പോകാനും പോലീസ് നിർബന്ധിച്ചു. എൻ്റെ കുട്ടിയെ നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അവരത് അംഗീകരിച്ചില്ല. ഞാൻ തിരികെ പോരുമ്പോൾ ജയിലിൽ അവൻ കരയുന്നത് ഞാൻ കണ്ടു. അവൻ്റെ തലയ്ക്കും കൈമുട്ടിനും കാലിനും പരുക്കുകളുണ്ടായിരുന്നു. അവൻ്റെ കരച്ചിൽ കണ്ട് ഞാനും കരഞ്ഞു. മൊറാദാബാദിൽ അവനെ കാണാൻ പോയപ്പോൾ 1000 രൂപ കൈക്കൂലി നൽകേണ്ടി വന്നതായും ഷബ്ന ബീഗം ആരോപിച്ചു. ഇപ്പോൾ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനാൽ 10-12 ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ ജയിലിൽ സന്ദർശിക്കാൻ കഴിയൂ എന്നും അവർ പറഞ്ഞു. 19കാരനായ ഹസൻ ചെയ്ത ഒരേ ഒരു തെറ്റ് കുഴപ്പങ്ങൾക്കിടയിൽ തൻ്റെ ഇളയ സഹോദരനെ അന്വേഷിക്കാൻ ഇറങ്ങിത്തിരിച്ചു എന്നതാണ്. പക്ഷേ അവൻ്റെ കയ്യിൽ വെടിയേറ്റു. പോലീസിൻ്റെ വെടിയാണ് കൊണ്ടതെന്ന് ഹസൻ തറപ്പിച്ചു പറയുന്നു. അടച്ചിട്ട വരാന്തയിൽ ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് സംഭവങ്ങൾ വിവരിക്കുമ്പോൾ ഹസൻ്റെ സഹോദരി അസിയ കോസർ വല്ലാതെ അസ്വസ്ഥപ്പെടുന്നുണ്ടായിരുന്നു. 10 പേരുടെ പേരുകൂടി വെളിപ്പെടുത്താൻ പോലീസിൽ നിന്ന് ഹസന് സമ്മർദ്ദം നേരിടേണ്ടി വന്നു. മാത്രമല്ല പോലീസിൻ്റെ ഭാഗത്തു നിന്നും വർഗീയാധിക്ഷേപം ഉണ്ടായെന്നും ഹസൻ പറയുന്നു.
ആശുപത്രിയിൽ ഹസനെ കിടക്കയിൽ ചങ്ങലയിട്ട് ബന്ധിച്ചിരിക്കുകയായിരുന്നുവെന്ന് അസിയ കൗസർ വെളിപ്പെടുത്തി. 8-9 ദിവസം അവനെ ആശുപത്രിയിൽ കെട്ടിയിട്ടു. ശുചിമുറിയിൽ പോകേണ്ടി വന്നപ്പോൾ ഒഴികെ അവർ ചങ്ങല അഴിച്ചില്ല. 2 പോലീസുകാർ സദാ അവനോടൊപ്പം ഉണ്ടായിരുന്നു. ചങ്ങലയിട്ടതിനാൽ അവൻ്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായി. അതിനാൽ അത് അഴിക്കണമെന്ന് അവരോട് ഞാൻ അഭ്യർത്ഥിച്ചു. എന്നാൽ അവരത് നിരസിച്ചു. ഇതെല്ലാം അഭിനയമാണെന്നും അവനൊരു കുഴപ്പവുമില്ലെന്നും ചങ്ങല അഴിച്ചാൽ അവൻ ഓടിപ്പോകുമെന്നും അവർ എന്നോട് പറഞ്ഞു. വിതുമ്പലോടെ അസിയ കൗസർ വിശദീകരിക്കുന്നു. ഒരു ഇടുങ്ങിയ വഴിയിൽ രാത്രിയിലാണ് ദ കിൻഡു സംഘം കൈഫിൻ്റെ കുടുംബത്തെ കണ്ടത്. സമ്പലിലെ ചന്ദൌസിലെ 17 വയസ്സുള്ള ഒരു കളിപ്പാട്ട വിൽപ്പനക്കാരനായിരുന്നു കൈഫ്. മാർക്കറ്റിൽ നിന്ന് മടങ്ങുമ്പോൾ കട അടച്ചിട്ടിരിക്കുകയായിരുന്നു. പോലീസ് വെടിവെപ്പിൽ കൈഫ് കൊല്ലപ്പെട്ടിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. എല്ലാ ദിവസവും ഞാൻ അതെല്ലാം ഓർക്കുന്നു. എൻ്റെ ഹൃദയം വേദനിക്കുന്നു, കൈഫിൻ്റെ പിതാവ് പറഞ്ഞു. അദ്ദേഹം ഇത് പറയുമ്പോൾ ആ ഹൃദയം തകരുന്നത് പോലെ സംഘത്തിന് തോന്നി. സമ്പൽ പട്ടണത്തിൻ്റെ മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ഭൂപ്രകൃതിയുമായി നാട്ടുകാർ ഇപ്പോഴും മല്ലിടുമ്പോൾ സമ്പൽ എങ്ങനെ മറ്റൊരു അയോധ്യയായി മാറുമെന്ന ഭയം വ്യാപകമായുണ്ട്. സാമുദായിക ഐക്യം നിലനിർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അതിനായി സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ടെന്നും സമാധാന സമിതികളുമായി പതിവായി കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ടെന്നും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ലോക്കൽ പോലീസ് ഉദ്യോഗസ്ഥൻ ദ കിഡിനോട് പറഞ്ഞു. കൃത്യവും ആസൂത്രിതവുമായ രാഷ്ട്രീയ അജണ്ടയും അതിനനുസൃതമായ തിരക്കഥയും സമ്പലിന് പിന്നിലുണ്ട്. ഉത്തർപ്രദേശിനെ മാത്രമല്ല ഇന്ത്യയെ തന്നെ ഭീതിത ദിനരാത്രങ്ങളിലേക്ക് ആനയിക്കുകയാണ് ബാബരി മസ്ജിദ് പ്രശ്നത്തെ മാതൃകയാക്കി സമ്പൽ എന്നത് രാജ്യസ്നേഹികളുടെ അതിയായ ഉത്കണ്ഠയാണ്.